അപ്പോൾ ഈ വർഷത്തെ JEE എക്സാം ആരംഭിച്ചു. അപ്പോൾ രാവിലത്തെ സെഷനിൽ നമ്മുടെ വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഇറങ്ങിപ്പോൾ വരും. അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല. പേരെങ്ങനെ? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നല്ലേ? എങ്ങനെയായിരുന്നു? നിങ്ങൾ ആ ഒരു എക്സ്പെക്ടേഷൻസുമായിട്ടാണോ വന്നത്? ഇത്ര ഈസി ആയിരിക്കും ഓർത്തായിരുന്നോ? ഇല്ല, ഓർത്തില്ലല്ലേ? ഏതായിരുന്നു കുറച്ചെങ്കിലും ഒരു ടഫായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ? മാത്സ് ആയിരുന്നു. നേരത്തെ തന്നെ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നോ മാത്സ് കുറച്ച് ടഫായിരിക്കും എന്നുള്ളത്? ഏറ്റവും ഈസി ഏതായിരുന്നു? കെമിസ്ട്രി ഈസി ആയിരുന്നല്ലേ? പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ അധികം ഉണ്ടായിരുന്നോ? ഇല്ല, കുറവായിരുന്നല്ലേ? ഇനോർഗാനിക് ആയിരുന്നു. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ മോഡൽ എക്സാമിന്റെ ആ ഒരു പാറ്റേണൊക്കെ ആയിരുന്നോ? മോസ്റ്റ് ഓഫ് ദ മോഡൽ എക്സാമിനൊക്കെ വന്നിരുന്നു. മാത്സ് എങ്ങനെ ഉണ്ടായിരുന്നു? മാത്സ് കുറച്ച് പാടായിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയും വലിയ കുഴപ്പമില്ലായിരുന്നല്ലേ? ചെയ്യാൻ പറ്റുന്ന. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നു? ആവറേജ്? മോഡലിനേക്കാൾ എളുപ്പമായിരുന്നല്ലേ? എങ്ങനെയായിരുന്നു സമയമൊക്കെ? നന്നായിട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റിയോ? സമയം എടുത്ത് കൂടുതൽ സമയം എടുക്കേണ്ടി വന്നത് മാത്സിന് വേണ്ടിയിട്ടായിരുന്നല്ലേ? കെമിസ്ട്രിക്കൊക്കെ കുഴപ്പമില്ലായിരുന്നു. ഫിസിക്സോ? ഫിസിക്സ് എങ്ങനെയായിരുന്നു? പ്രോബ്ലം ടൈപ്പ് ആയിരുന്നു കൂടുതൽ? പിന്നെ കോൺസെപ്റ്റ് യൂസ് ചെയ്ത് അല്ലാതെ പ്രോബ്ലം ആയിരുന്നല്ലേ? ടോട്ടലി എളുപ്പമായിരുന്നു. കഴിഞ്ഞ വർഷം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എളുപ്പമായിരുന്നു. കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ എളുപ്പമായിരുന്നല്ലേ? മാത്സ് കഴിഞ്ഞ വർഷത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എളുപ്പമായിരുന്നല്ലേ? പക്ഷേ 3 സബ്ജക്റ്റും വെച്ച് നോക്കുമ്പോൾ മാത്സ് ആയിരുന്നു ഏറ്റവും ടഫ്. 3 വെച്ച് നോക്കുമ്പോൾ മാത്സ് ആയിരുന്നു ടഫ്. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ എളുപ്പമായിരുന്നല്ലേ? എളുപ്പമായിരുന്നു. PYQs ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം എളുപ്പമായി തോന്നുന്നുണ്ടല്ലേ? പിന്നെ പറഞ്ഞ മാതിരി കമ്പാരിറ്റീവ്ലി മാത്സ് ടഫ് ആണെങ്കിലും മോഡൽ എക്സാമിന്റെ ഏകദേശം സെയിം പാറ്റേൺ തന്നെയായിരുന്നു. മോക്സിലെ സെയിം ക്വസ്റ്റ്യൻസ് കുറച്ച് കണ്ടുപരിചയമുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റി. കുറച്ച് റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് ടൈപ്പ് മാതിരി ഉണ്ടായിരുന്നു. സെയിം കൺസെപ്റ്റ് ഏകദേശം നമ്മുടെ മോഡലിന്റെ ഒക്കെ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ ഇത്രയും ലെവലില്ലെങ്കിലും ആ കൺസെപ്റ്റ് അവിടെ നിന്ന് കിട്ടി. മോഡൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നല്ലേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്? അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ കോൺഫിഡന്റോടെ കൂടി നേരിടാൻ സാധിച്ചല്ലേ? ഓക്കെ. എക്സാം ഭയങ്കര സിമ്പിൾ ആണ്. മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ് എവറിത്തിങ് വാസ് വെരി സിമ്പിൾ. പിന്നെ ഈ പ്രാവശ്യം കട്ട് ഓഫ് ഭയങ്കര ഹൈ കാണും. ആയതുകൊണ്ട് തന്നെ അല്ലേ? 99% തന്നെ 200+ ഫോർ ഷുവർ. ഓക്കെ, നമ്മുടെ മോഡൽ എക്സാമിന്റെ ഒരു പാറ്റേൺ ആയിരുന്നോ ചോദിച്ചു? അങ്ങനെ തന്നെയാണ്. മോഡൽ എക്സാമിന്റെ ഈസി പേപ്പർ ആയിക്കൊണ്ടായിരിക്കും ഭയങ്കര മോഡൽ എക്സാമിന്റെ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. കുറെ ക്വസ്റ്റ്യൻ റെക്കഗ്നൈസ് ചെയ്താണ് മോഡൽ എക്സാംസിന്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എക്സാം ഒരു ഈസി സൈഡിൽ തന്നെയായിരുന്നു മിക്കവാറും. നമ്മുടെ ബ്രില്യന്റിലെ മോക്സിലെ ഈസി ക്വസ്റ്റ്യൻസും ഈസി പേപ്പറിനോട് സാമ്യമുള്ള തന്നെയായിരുന്നു. കുറെ ക്വസ്റ്റ്യൻസ് അതേപോലെ വന്നിട്ടുണ്ട്. റെപ്പിറ്റേഷൻ ഈസി ആയതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കുറച്ച് കൂടുതലായിരിക്കും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടോ? ടെൻഷന്റെ സാധ്യത എന്തായാലും ഉണ്ടാവും. കട്ട് ഓഫ്. ഓക്കെ, ടൈം ഒക്കെ എങ്ങനെയായിരുന്നു? കൃത്യമായിട്ട് മാനേജ് ചെയ്യാനൊക്കെ പറ്റിയോ? ടൈം മാനേജ്മെന്റ് ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. എക്സാം വളരെ സിമ്പിൾ ആയിരുന്നു. ഈ ഒരു പ്രതീക്ഷിച്ചായിരുന്നു നിങ്ങൾ പോയത്? ഇത്ര സിമ്പിൾ ആയിരിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? സിമ്പിൾ ആകുന്ന കരുതിയിരുന്നില്ല. വിചാരിച്ചു. പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയോ? അതൊക്കെ കുഴപ്പമില്ല. ഫിസിക്സ് ഒക്കെ എങ്ങനെയായിരുന്നു പൊതുവെ? ഫിസിക്സ് നോർമൽ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ JEE മെയിൻസിലെ പോലെ തന്നെയായിരുന്നു. മാത്സ് ലെങ്തിനെസ് വളരെ കുറവായിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി സൈഡിൽ തന്നെയായിരുന്നു അല്ലേ? ടൈം ഒക്കെ അടിപൊളിയായിട്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റി. നമ്മുടെ മോഡൽ എക്സാമിന്റെ ഒക്കെ ഒരു സെയിം പാറ്റേൺ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഒരു മാറ്റവും പോലും ഇല്ലാത്ത അതേ ക്വസ്റ്റ്യൻസ് ഈ എക്സാം. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു എക്സാം? മാത്സ് എങ്ങനെയുണ്ടായിരുന്നു? മാത്സ് കുറച്ച് ടഫ് ആയിരുന്നു. കെമിസ്ട്രി, ഫിസിക്സ് ഓക്കെ ആയിരുന്നു. ഓക്കെ, ടൈം മാനേജ്മെന്റ് ഒക്കെ ഓക്കെ ആയിരുന്നു അല്ലേ? എക്സാം കുഴപ്പമില്ലായിരുന്നു. കെമിസ്ട്രി ഓർഗാനിക്കൊന്നും വന്നില്ല, ഫിസിക്കലൊന്നും വന്നില്ല. മൊത്തം ഇനോർഗാനിക്കും ഇനി മൊത്തം ബേസ് നല്ല വെയിറ്റേജ് ഉള്ളത്. ഫിസിക്സ് സിമ്പിൾ ആയിരുന്നു. 1-2 ചോദ്യമൊക്കെ ഹാർഡ്. അതെല്ലാ പ്രാവശ്യമുള്ള കഴിഞ്ഞില്ലാത്ത അതേ ലെവലിൽ എന്ന് പറയാം. മാത്സ് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടാണ് തോന്നിയത്. കാരണം നമ്മളെ മോഡൽ എക്സാമിന് ചോദിച്ച കുറെ ഐഡിയകളും കുറെ ക്വസ്റ്റ്യൻസും തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നു. അപ്പൊ മോഡൽ എക്സാം നല്ല പോലെ അനലൈസ് ചെയ്ത ആൾക്ക് ഇന്നത്തെ എക്സാം കുറച്ച് സിമ്പിൾ ആവാം. കുഴപ്പമില്ലായിരുന്നു. ഒരു എക്സ്പെക്ടഡ് ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ അത്ര ഇല്ലായിരുന്നു. പക്ഷെ അത്യാവശ്യം നല്ലായിരുന്നു. മാത്സിന് എങ്ങനെ സമയം കിട്ടിയോ? മാത്സിന് സമയം ഉണ്ടായിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയും വെച്ചാൽ എളുപ്പം ചെയ്യാം. പക്ഷെ കുറച്ച് ഇൻഡെപ്ത് ക്വസ്റ്റ്യൻസ് എല്ലാം തിയറട്ടിക്കൽ ആയിരുന്നു. പിന്നെ കെമിസ്ട്രി എല്ലാം തിയറട്ടിക്കൽ ആയിരുന്നു. ചെയ്യാനായിട്ട് കുറെ ഇല്ലായിരുന്നു, കുറച്ചേ ഉള്ളായിരുന്നു. പിന്നെ അതുകൊണ്ട് മാത്സിന് സമയം കിട്ടി. ഫിസിക്സ് ഒരു മീഡിയം ഈസി അങ്ങനെ പറയാം. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എക്സാം കുഴപ്പമില്ലായിരുന്നു. മോഡൽ എക്സാം പോലെ തന്നെയായിരുന്നു? അതോ മോഡൽ എക്സാം കുറച്ച് ടഫ് ആയിട്ട് തോന്നി? അത് മോഡൽ എക്സാമിനെക്കാട്ടും മാത്സ് ഒക്കെ ഈസി ആയിരുന്നു. കുറച്ച് ഈസി ആയിരുന്നു അല്ലേ?
സമയമൊക്കെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയോ? കുഴപ്പമില്ല. അതായത് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റിയോ? കുഴപ്പമില്ലാണ്ടല്ലോ ചെയ്യാൻ പറ്റും അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? ഇതുപോലെ തന്നെ എളുപ്പമായിരുന്നു. ഫിസിക്സ് എങ്ങനെയായിരുന്നു? പാറ്റേൺ പാറ്റേണിന്റെ മോഡൽ എക്സാമിന്റെ പോലെ തന്നെയായിരുന്നു. ഓക്കെ, ടൈമൊക്കെ നന്നായിട്ട് മാത്സ് കുറച്ച് സമയം എടുക്കേണ്ടി വന്നല്ലേ? എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ എക്സാം? കുഴപ്പമില്ലായിരുന്നു. പ്രതീക്ഷിച്ചതിനെക്കാളും നല്ലോണം പോയി. പ്രതീക്ഷകളും നല്ല ഈസി ആയിരുന്നു അല്ലേ? ബ്രില്യന്റിന്റെ എക്സാമിനേക്കാളും കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. മാത്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മാത്സ് പ്രതീക്ഷിച്ച അത്രയും ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. പ്രതീക്ഷിച്ച് കുറച്ചുകൂടെ ടഫ് ആവുന്നതായിരിക്കും. പ്രതീക്ഷിച്ചത് കുറച്ചുകൂടെ ടഫ് ആവുന്നതാണ്. കുഴപ്പമില്ല. മാത്സ് അത്യാവശ്യം ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ ഫിസിക്സ് കെമിസ്ട്രി കുഴപ്പമില്ലായിരുന്നു. പാറ്റേൺ ഒക്കെ നമ്മുടെ മോഡൽ എക്സാം പോലെയൊക്കെ തന്നെയായിരുന്നോ? അതെ. ബ്രില്യന്റിലത്തെ എക്സാം ആക്ച്വലി ഇതിനെക്കാട്ടി കുറച്ചും കൂടി ടഫ് ആയിരുന്നു. ഓർഗാനിക് കുറവായിരുന്നു. ഇൻഓർഗാനിക് ആയിരുന്നല്ലേ കൂടുതൽ? ഓർഗാനിക് ആയിരുന്നു കൂടുതൽ. നന്നായിരുന്നു. എളുപ്പമായിരുന്നോ? എല്ലാം നന്നായിട്ട് കവർ ചെയ്യാൻ പറ്റിയോ? എളുപ്പമായിരുന്നു അല്ലേ? ഓക്കെ. മാത്സ് ഒക്കെ എങ്ങനെയായിരുന്നു? കമ്പാരിറ്റീവ് എക്സാമിനെക്കാട്ടും കുഴപ്പമില്ലായിരുന്നു. കെമിസ്ട്രി ഒക്കെ ഇൻഓർഗാനിക് ആയിരുന്നോ? ഓർഗാനിക്കിനെക്കാട്ടും കൂടുതൽ ഇൻഓർഗാനിക് ആയിരുന്നു. ഓക്കെ. നിങ്ങൾ അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നോ അവിടുന്ന് പോയപ്പോൾ? എക്സാം എഴുതാൻ വേണ്ടി കയറിയപ്പോ ഇങ്ങനെയൊക്കെ ആയിരിക്കും? ഇല്ല, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ലൈക്ക് ഓർഗാനിക് കൂടുതൽ വരുന്ന വിചാരിച്ച്, പക്ഷെ ഇൻഓർഗാനിക് ആയിരുന്നല്ലേ? കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു. ടൈം മാനേജ്മെന്റ് ഒക്കെ കൃത്യമായിട്ട് നടന്നോ? അതെ, നടന്നിട്ടുണ്ട്. നമ്മുടെ മോഡൽ എക്സാം ഒക്കെ എഴുതിയതിന്റെ ഒരു ഗുണം കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ? എല്ലാം കംപ്ലീറ്റ് എഴുതാം. എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ എക്സാം? കുഴപ്പമില്ലായിരുന്നു. ടൈമൊക്കെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയല്ലേ? ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. നന്നായിട്ട് ചെയ്യാൻ പറ്റിയോ? മാത്സ് കുറച്ച് ടഫാണ്. ഫിസിക്സ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു അല്ലേ? ഈസി ആയിരുന്നു. മാത്സ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? മാത്സ് കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ കൊല്ലത്തിനാണ് ഈസി. കെമിസ്ട്രി ഒക്കെ കെമിസ്ട്രി ഫുൾ ഇൻഓർഗാനിക് ആയിരുന്നു അല്ലേ? എങ്ങനെയാ നന്നായിട്ട് ചെയ്യാൻ പറ്റിയോ? ഫിസിക്സ് ഒക്കെ എങ്ങനെയായിരുന്നു? ഈസി ആയിരുന്നു അല്ലേ? ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? പറഞ്ഞ പോലെ തന്നെ കെമിസ്ട്രി ലേശം ടഫായിരുന്നു. കാരണം ഇൻഓർഗാനിക് എനിക്ക് ഇത്തിരി ഇൻഡെപ്ത് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇത്തിരി വന്നിരുന്നു. ഫിസിക്സ് കഴിഞ്ഞ വർഷത്തെ ഏകദേശം ലെവൽ ഇത്തിരിയും കൂടി ടഫാക്കി എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ വർഷം വളരെ എളുപ്പമായിരുന്നു. ഈ വർഷം ഇത്തിരി ടഫാക്കി എന്ന് പറഞ്ഞാലും അത്യാവശ്യം എളുപ്പം തന്നെയാണ്. മാത്സ് കഴിഞ്ഞ വർഷത്തെ ഏകദേശം അതേ ലെവൽ തന്നെയായിരുന്നു. ബ്രില്യന്റിന്റെ പരീക്ഷയുടെ 1-2 ചോദ്യങ്ങൾ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. മോഡൽ എക്സാമിന്റെ 1-2 ചോദ്യങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്. മൊത്തത്തില് എളുപ്പമായിട്ടുള്ള ഒരു എക്സാം തന്നെ. ഓവറോൾ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു എക്സാം. എങ്ങനെ ഫിസിക്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫിസിക്സ് ബ്രില്യന്റ് എക്സാം പോലെ തന്നെയായിരുന്നു. മാത്സ് ഈസി ആയിരുന്നു. മാത്സ് പൊതുവെ അഭിപ്രായം ഈസിയാണെന്നാണ്, പക്ഷെ ഇനി ആൻസർക്ക് വരുമ്പോൾ അറിയാൻ പറ്റുള്ളൂ അല്ലേ? ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നാ? കുഴപ്പമില്ല, നല്ല എക്സാം എക്സാം തന്നെയായിരുന്നു. ടൈമൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുമോ? ടൈമൊക്കെ മാനേജ് ചെയ്യാൻ പറ്റി. എല്ലാം തന്നെ ചെയ്യാൻ പറ്റുമോ? എല്ലാം തന്നെ ചെയ്യാം. വിചാരിച്ചതിനേക്കാളും കൂടുതൽ. കെമിസ്ട്രി എങ്ങനെ ഉണ്ടായിരുന്നു? കെമിസ്ട്രി ലേശം ടഫായിരുന്നു. അപ്പോൾ ഇതേ നമ്മുടെ JEE എക്സാമിൻ്റെ ആദ്യത്തെ ദിവസത്തെ രണ്ടാമത്തെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ ഇറങ്ങി വന്നിട്ടുണ്ട്. ആദ്യം ഇറങ്ങി വന്ന ബ്രില്യൻറ്റിൽ നമ്മുടെ കുട്ടികളാണ് കേട്ടോ. അപ്പോൾ അവരോട് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന് ചോദിക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ജനറലി എളുപ്പമായിരുന്നു. ഫിസിക്സും കെമിസ്ട്രി നല്ല എളുപ്പമായിരുന്നു. ക്വസ്റ്റ്യൻസ് മാത്സ് ക്വസ്റ്റ്യൻസ് ലെങ്ത് ഇല്ല, പക്ഷേ സൊല്യൂഷൻ ചെയ്ത് വരുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ട്. ടൈം മാനേജ്മെന്റ് ഒക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല. മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ എളുപ്പമായിരുന്നു എന്ന് പറയാം. എളുപ്പമായിരുന്നു. എങ്ങനെ മോന് സെയിം അഭിപ്രായം തന്നെയാണോ? ഫിസിക്സും കെമിസ്ട്രിയും ഭയങ്കര എളുപ്പമായിരുന്നു. ലൈക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ളതാണ്. പക്ഷേ മാത്സ് ലെങ്തിയാണ്. എന്താ വിചാരിച്ചാൽ മെത്തഡ് ഡയറക്റ്റാണ്, പക്ഷേ ഭയങ്കര ലെങ്തി ആയിരുന്നു പ്രൊസീജിയർ. അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ടൈം മാനേജ്മെന്റ് മാത്സ് ആണ് നേരത്തെ ചിലപ്പോൾ ബുദ്ധിമുട്ടാവാം. സെലക്ഷൻ ഇമ്പ്രൂവ് ചെയ്താൽ മതി ക്വസ്റ്റ്യൻസിൻ്റെ. കെമിസ്ട്രി എങ്ങനെ ഇൻഓർഗാനിക് ആയിരുന്നു കൂടുതൽ ഓർഗാനിക് ആയിരുന്നു ഏതായിരുന്നു? കെമിസ്ട്രി ഇൻഓർഗാനിക് അത്യാവശ്യം സിമ്പിളായി കണ്ടാണ് ചോദിച്ചത്. പിന്നെ ഫിസിക്കൽ കെമിസ്ട്രീൻ്റെ കുറച്ച് തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത്തിരി ഒന്നോ രണ്ടോ വന്നിട്ടുണ്ട്. കൂടുതലും പ്രോബ്ലം ടൈപ്പ് ആയിരുന്നു ഫിസിക്സ്. ഭയങ്കര പ്രോബ്ലം. പക്ഷേ ഫിസിക്സിൽ ഇപ്രാവശ്യം അസേഷൻ റീസണിങ് അധികം ചോദിച്ചിരുന്നു. 4 ചോദിച്ചിരുന്നു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് അസേഷൻ റീസണിങ്. പിന്നെ കെമിസ്ട്രി ഓർഗാനിക് മാത്സ് ഫോളോയിങ് ആയിരുന്നു കാര്യമായിട്ടുള്ളത്. ഫിസിക്കൽ കെമിസ്ട്രി ആണെങ്കിൽ വലിയ കാൽക്കുലേറ്റീവ് അല്ലായിരുന്നു, കൂടുതലും തിയററ്റിക്കൽ സൈഡിലായിരുന്നു. പിന്നെ സോൾട്ട് അനാലിസിസ് ഒന്നും ഒരു ക്വസ്റ്റ്യന് ഉണ്ടായിരുന്നു. പ്രാക്ടിക്കൽ കെമിസ്ട്രി നമ്മുടെ മോഡൽ എക്സാമിൻ്റെ അതേ ഒരു പാറ്റേൺ തന്നെയായിരുന്നു. മോഡൽ എക്സാമിൽ കെമിസ്ട്രീന് ഭയങ്കര സിമിലർ ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ചും കൂടി സിമിലർ ആയിരുന്നു. കുറച്ച് റിപ്പീറ്റേറ്റീവ് ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഫിസിക്സ് മോഡൽ എക്സാംസിൽ മുമ്പ് നടന്നത് തന്നെ ഒന്ന് റിപ്പീറ്റ് പോലെ വന്നിട്ടുണ്ട്. ലൈക്ക് അതേ കോൺസെപ്റ്റില്ല. അപ്പോൾ ഇവിടെ എക്സാം ഹാളിൽ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് തന്നെ പോയോ? അതെന്തെങ്കിലും ലാഗോ കാര്യങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നോ?
കുഴപ്പമില്ലായിരുന്നു. ചില ആൾക്കാർക്ക് എൻ്റെ സിസ്റ്റംക്ക് ഒരു ചെറിയ ഇനീഷ്യൽ അസൈൻഡ് സിസ്റ്റം അല്ലായിരുന്നു, പിന്നെ കിട്ടിയ സിസ്റ്റം ആ ഒരു സീറ്റിങ്ങിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അത് സ്മൂത്തായി കണ്ട് അവർ മാനേജ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. ഭയങ്കര ഈസ് കണ്ടക്ഷൻ ആയിരുന്നു അവൻ്റെ എക്സാം. ഓക്കെ, താങ്ക് യു. മോനെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം വലിയ ടഫ്നെസ് ഇല്ലേനും, എല്ലാ ക്വസ്റ്റ്യൻസ് ഡൂവബിൾ ചെയ്യുന്നു. കെമിസ്ട്രി ഒക്കെ ഡയറക്റ്റ് NCERT എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. മാത്സ് കുറച്ച് ലെങ്തി, പക്ഷെ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഫിസിക്സ് ഒക്കെ ഭയങ്കര ഈസി ചെയ്യുന്നു. മാത്സ് ലെങ്തി ആയിരുന്നെങ്കിലും ചെയ്യാൻ പറ്റില്ല, ഒക്കെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ടൈം എങ്ങനെയായിരുന്നു? ടൈം കൺസപ്ഷൻ കാര്യങ്ങളൊക്കെ? ടൈം എനിക്ക് വലിയ കൺസ്ട്രെയിൻ്റ് ആയിട്ട് തോന്നിയില്ല. ഓക്കെ ആയിരുന്നല്ലേ? ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈസി ആയിരുന്നു എന്നാണ് പറയാല്ലേ? ഓക്കെ. എങ്ങനെയാ മോനും സെയിം അഭിപ്രായം തന്നെയാണോ? എനിക്ക് സെയിം തന്നെയാണ്. പിന്നെ ഫിസിക്സിൽ കുറേ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് പ്രോബ്ലം വന്നു, അത് കുറച്ച് പണി എനിക്ക് തോന്നി. പക്ഷേ മാത്സ് കുഴപ്പമില്ലായിരുന്നു, എല്ലാം പ്രീവിയസ് ടൈപ്പാണ് വന്നത്, അതുകൊണ്ട് ചെയ്യാൻ പറ്റി. ബ്രില്യൻറ്റിൽ ഒരുപാട് മോഡൽ എക്സാംസ് ഒക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ, അപ്പം അതൊക്കെ ചെയ്ത് വന്ന കൂട്ടത്തിൽ എങ്ങനെ അതേ ഒരു പാറ്റേൺ ആയിട്ട് ഫീൽ ചെയ്തു? ആ ഒരു പാറ്റേൺ ഉണ്ട്, പിന്നെ സ്പീഡ് കിട്ടിയതുകൊണ്ട് ചെയ്യാൻ പറ്റി കുറേ. കെമിസ്ട്രി എങ്ങനെ ഉണ്ടായിരുന്നു? കെമിസ്ട്രി എല്ലാം ഡയറക്റ്റ് ചെയ്യുന്നു, ഇൻഓർഗാനിക്കാണ് വന്നത്. ഇൻഓർഗാനിക് ടെക്സ്റ്റ് ബുക്ക് ഡയറക്റ്റ് വന്നു, ചെയ്യാൻ പറ്റില്ല. എക്സാം ഹാളിലെ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് തന്നെ പോയോ? സ്മൂത്ത് ആയിരുന്നു. ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? അത് കുഴപ്പമില്ലായിരുന്നു, മാനേജ് ചെയ്യാൻ പറ്റി. എങ്ങനെ മോൻ എങ്ങനെയായിരുന്നു? എനിക്കും അത്യാവശ്യം എളുപ്പമായിരുന്നേ. മാത്സ് ഇത്തിരി ലെങ്തി ആയിരുന്നുള്ളൂ, പക്ഷെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. മാത്സ് ജസ്റ്റ് കുറച്ച് ടൈം എടുത്താൽ ചെയ്ത് കിട്ടും. ഫിസിക്സ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഞാൻ പറഞ്ഞ പോലെ സ്റ്റേറ്റ്മെൻറ്റ്സ് NCERT വായിക്കാതെ കിട്ടില്ല. കെമിസ്ട്രി അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻ, ഫുൾ NCERT ആയിരുന്നു. ഈ ഫിസിക്സ് പറഞ്ഞാൽ ഈ ബ്രില്യൻ്റ് ചില എക്സാംസിന് ഡയറക്റ്റ് ആ കോൺസെപ്റ്റ് തന്നെ ഈ എക്സാംസിന് വന്നിട്ടുണ്ട്. ആ ഫ്രിക്ഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആ ഒരു കോൺസെപ്റ്റ് ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബ്രില്യൻ്റ് എക്സാം എഴുതിയോണ്ട് മാത്രം ആ കോൺസെപ്റ്റ് എളുപ്പം പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റി. പിന്നെ അത്യാവശ്യം എളുപ്പമായിരുന്നു എക്സാം ഓവറോൾ എളുപ്പമായിരുന്നു. അപ്പോൾ JEE എക്സാം കഴിഞ്ഞ് ഇറങ്ങിയ 4 പേര് എനിക്കൊപ്പം ഉണ്ട്. അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ. നമ്മൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എക്സാം ഫിസിക്സും കെമിസ്ട്രിയും എളുപ്പമായിരുന്നു. മാത്സ് ഇത്തിരി ലെങ്തി ആയിരുന്നു. അതെ. ഫിസിക്സ് കെമിസ്ട്രി എങ്ങനെയായിരുന്നു നമ്മുടെ മോഡൽ എക്സാം ഒക്കെ പോലെ? ഇവിടുത്തെ ബ്രില്യൻറ്റിൻ്റെ മോഡലിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ സെയിം പാറ്റേൺ തന്നെയാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻസിലും ചോദിച്ചിട്ടുള്ളത്. ബ്രില്യൻറ്റിനേക്കാളും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനേക്കാളും സിമ്പിളാണ് JEEയുടെ ക്വസ്റ്റ്യൻസ്. അതെ. എങ്ങനെ ഉണ്ടായിരുന്നു മോഡൽ എക്സാം? ഫിസിക്സ് കെമിസ്ട്രി നല്ല എളുപ്പമായിരുന്നു. കെമിസ്ട്രി അത്യാവശ്യം എനിക്ക് നല്ല എളുപ്പമായിട്ട് തോന്നി. ഫിസിക്സ് ഇവിടെ ബ്രില്യൻ്റിൽ ചോദിച്ച ഏകദേശം സെയിം പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ സാറുമാർ തന്ന ഇക്വേഷൻ വെച്ചിട്ട് നമുക്കെല്ലാം അറ്റൻഡ് ചെയ്യായിരുന്നു. കൂടുതൽ സബ്ജക്റ്റ് വൈസ് നോക്കുവാണെങ്കിൽ എങ്ങനെയായിരുന്നു? കെമിസ്ട്രി ഒക്കെ ഇൻഓർഗാനിക് ആയിരുന്നു, ഓർഗാനിക് ആയിരുന്നു കൂടുതലും? ഓർഗാനിക്കും ഉണ്ടായിരുന്നു, ഫിസിക്കൽ എല്ലാം ഉണ്ടായിരുന്നു. പൊതുവെ നോക്കുമ്പോൾ ഓവറോൾ മോൾക്ക് എങ്ങനെയായിരുന്നു? ഫിസിക്സ് എളുപ്പം തന്നെയായിരുന്നു. കെമിസ്ട്രി ആണെങ്കിൽ ഇനോർഗാനിക് ആയിരുന്നു കുറച്ചുകൂടി കൂടുതൽ, പക്ഷെ മെയിൻലി ടെക്സ്റ്റ് ബുക്ക് വൈസ് തന്നെയായിരുന്നു. ഓർഗാനിക് ആകപ്പാടെ 3-4 ക്വസ്റ്റ്യൻസ് എളുപ്പമായിരുന്നു. ഫിസിക്സും സെയിം മോഡൽ എക്സാമിനൊക്കെ ചോദിക്കുന്ന പോലെ തന്നെയായിരുന്നു. എക്സാം കുഴപ്പമുണ്ടായില്ല. നമ്മുടെ ബ്രില്യൻ്റ് ചോദിക്കുന്ന പോലെ തന്നെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ ബ്രില്യൻ്റ് എക്സാം എഴുതി പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് ടൈം മാനേജ്മെൻ്റ് ഒന്നും അങ്ങനെ പ്രശ്നം ഉണ്ടായില്ല. അതൊക്കെ ഓക്കെ ആയിരുന്നു. ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തു. ബ്രില്യൻ്റ് ഇങ്ങനെ മോഡൽ നടത്തിയപ്പോൾ അതൊക്കെ ഓക്കെയാണ്, പ്രശ്നമൊന്നും ഉണ്ടായില്ല. കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ചാപ്റ്റർ വൈസ് എങ്ങനെയൊക്കെയായിരുന്നു, ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ദൈവരോട് ചോദിക്കാം. എങ്ങനെയായിരുന്നു മോനെ കെമിസ്ട്രി ഒക്കെ ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചെന്ന് പറയാമോ? കെമിസ്ട്രി നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഓർഗാനിക്കിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത്. പിന്നെ ആൽക്കഹോൾസും ഫീനോൾസിൻ്റെയും ചാപ്റ്റേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത്. പിന്നെ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പോർഷൻസ് ഇലക്ട്രോ കെമിസ്ട്രി വന്നായിരുന്നു. പിന്നെ അമീൻസിൽ നിന്നുണ്ടായിരുന്നു. അമീൻസിൽ നിന്ന് 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കുറച്ച് അത്യാവശ്യം പഠിച്ചിട്ടുള്ളവർക്കൊക്കെ നമുക്ക് അങ്ങനെ അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഫിസിക്സ് ആണെങ്കിലോ കൂടുതലും ഈ പ്രോബ്ലം ടൈപ്പ്സ് ആയിരുന്നോ ഉണ്ടായിരുന്നത്? അസേഷൻ റീസൺ ടൈപ്പ് ഉണ്ടായിരുന്നോ? അസേഷൻ റീസൺ ടൈപ്പ് ഒരു 3-4 തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ലോസ് ഓഫ് മോഷനിൽ നിന്നും 2-3 ഉണ്ടായിരുന്നു. ലോസ് ഓഫ് മോഷനിൽ. മാത്സ് എങ്ങനെയായിരുന്നു? ലെങ്തി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്? ടൈം എടുത്തോ കൂടുതലും? ടൈം എടുക്കണ്ടായിരുന്നു. എന്നാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. എന്നാലും അത്രയ്ക്കും പറ്റിയില്ലെങ്കിലും കുറച്ച് മാത്സ് നമുക്ക് കിട്ടും. പക്ഷേ കുറച്ചുകൂടെ ലെങ്തി ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് കൂടുതൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നന്നായിട്ട് അറിയാവുന്ന അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ട്രിഗ്നോമെട്രിന്ന് വളരെ ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു ഇപ്രാവശ്യം. പക്ഷേ ഇൻ്റഗ്രേഷനും ട്രിഗ്നോമെട്രിയും കൂടെ മിക്സ് ചെയ്തിട്ട് 2 ചാപ്റ്ററോട് ക്ലബ് ചെയ്ത് വന്നായിരുന്നു. പക്ഷേ ട്രിഗ്നോമെട്രി മാത്രമായിട്ട് ആകെ 1-2 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. നമ്മൾ പ്രതീക്ഷിച്ച അത്രയും ക്വസ്റ്റ്യൻസ് ട്രിഗ്നോമെട്രി ഒന്നും വന്നിട്ടില്ല. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.